ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻ്റെ ആൻസറുമായിട്ടാണ് കേട്ടോ. അതിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ, എഗ്ഗിൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എഗ്ഗ്, അതായത് അണ്ടം എന്ന് പറയുന്നത് നമ്മുടെ 2 അണ്ടാശയങ്ങളിലും ഉണ്ടാകുന്ന ഒന്നാണ്. നമ്മൾ ജനിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ നമ്മുടെ അണ്ടാശയത്തിൽ ഓരോ ഫോളിക്കിൾസ് ഉണ്ട്. നമ്മളിൽ ഒരു പ്യൂബേർട്ടി എത്തുന്ന ആ ഒരു സ്റ്റേജിൽ ഇത് വളരാനായിട്ട് തുടങ്ങും. ഓരോ ഓവുലേഷനും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിൽ എല്ലാ അണ്ടവും നമ്മളൊരു 4 ലക്ഷത്തിൽ പരം അണ്ടമായിട്ട് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40,000 അല്ലെങ്കിൽ 30,000 മാത്രമായിരിക്കും ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പ്രാപ്തമാകുന്ന ആ ഒരു ഘട്ടം വരെ നമ്മളിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവർ ചോദിക്കാനുള്ളൊരു കാരണം അവർക്ക് റെക്കറൻ്റായിട്ട് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുന്നതിൻ്റെയും അതുപോലെ തന്നെ അവർക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാത്തതിൻ്റെയും കാരണം കൊണ്ടിട്ടാണ്. പല ടെസ്റ്റുകൾ അവർ ചെയ്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നിട്ടും കൂടി എഗ്ഗിന് മൂപ്പെത്തി പൊട്ടിയിട്ടും കൂടി കൃത്യമായിട്ടുള്ള രീതിക്ക് അവർക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ആകാതിരുന്നത് ഇനി ഓവുലേഷൻ നടന്നിട്ടുണ്ടാകുന്ന ആ ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാനായിട്ട് ഒരു മെഷർമെൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു സ്കാനിങ്ങോ നമുക്ക് ഇല്ല. എഗ്ഗിൻ്റെ എണ്ണം നമുക്കറിയാനായിട്ട്, എഗ്ഗ് നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് AMH ടെസ്റ്റാണ്, ആൻറ്റി മുലിയറിയൻ ഹോർമോണിൻ്റെ ബ്ലഡ് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് നടത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രായത്തിന് വേണ്ടുന്ന തരത്തിലുള്ള എഗ്ഗിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതല്ലാതെ നമ്മുടെ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ നിലവിൽ ഇല്ല. ഇപ്പോൾ നിങ്ങൾ IVF ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണെങ്കിൽ കൂടി തന്നെ ആ സ്പോമും എഗ്ഗും തമ്മിൽ ജോയിനാക്കി എംബ്രിയോ ആക്കി കടത്തി വിടുന്നതല്ലാതെ നിങ്ങൾ ആ എടുക്കുന്ന ആ ഒരു എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു വഴി ഇല്ല. സാധാരണയായിട്ട് നമ്മളിൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസ് തരാറുണ്ട്. ലെട്രസോൾ തരാറുണ്ട്, ക്ലോമോഫിൻസ് ഉണ്ട്. ആ ഓരോ മെഡിസിൻ, ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകും. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഓവറി സ്റ്റിമുലേറ്റ് ചെയ്യുക ഒരു സിറ്റുവേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 2 വർക്കൗട്ടുകളാണ് ബട്ടർഫ്ലൈ പോസും അതുപോലെ തന്നെ കോബ്ര പോസും യോഗ ആസനാസ്. ഈ 2 കാര്യങ്ങളും നമ്മളിൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്തുമൊക്കെ നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തേക്ക്, നമ്മുടെ ലോവർ അബ്ഡോമൻ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ യൂട്രസിലോട്ടോ നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടോ നിങ്ങളുടെ 2 അണ്ടാശയങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഇൻക്രീസ് ആകുന്നു. ഈ ബ്ലഡിലൂടെ എത്തുന്ന നിങ്ങളിലുണ്ടാകുന്ന വിറ്റമിൻസ് എല്ലാം തന്നെ നിങ്ങളുടെ എഗ്ഗിന് വളരുന്നതിനും അതുപോലെ നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ അണ്ടാശയങ്ങളുടെ അതുപോലെ നിങ്ങളുടെ യൂട്രസിലെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കാവുന്നതിനും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുൻപും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഈ 2 യോഗ പോസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ബട്ടർഫ്ലൈ പോസും അതുപോലെ തന്നെ കോബ്ര പോസും. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു തരം ഒരു എക്സസൈസാണ് 8 വാക്കിംഗ്. 8 വാക്കിങ്ങിനെ പറ്റിയിട്ടും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തേക്ക് ഏറ്റവും കൂടുതലൊരു പെൽവിക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കുന്ന ഒരു എക്സസൈസാണ് 8 വാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുവഴിയും നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നിങ്ങളുടെ എൻഡോമെട്രിയം തിക്നെസ് ഒക്കെ ക്വാളിറ്റി ഉള്ളതാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവോക്കാഡോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ അവോക്കാഡോ ഒക്കെ നമുക്ക് ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്രൂട്ടാണ് അവോക്കാഡോ. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പേരയ്ക്ക. ഇതിലെല്ലാത്തിലും തന്നെ ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ എഗ്ഗ് വളരാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ന്യൂട്രീഷൻസ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് പഠനങ്ങൾ വരെ നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവോക്കാഡോ അല്ലെങ്കിൽ ഒരു പേരയ്ക്ക വീതം 2 ദിവസം ഓക്കെ, ഒരു 2 പേരയ്ക്ക വീതം ഓരോ ദിവസമൊക്കെ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അവോക്കാഡോ വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ചൊന്ന് റേറ്റ് കുറവ് പേരയ്ക്കായിരിക്കും. നിങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവോക്കാഡോ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ പേരയ്ക്ക കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് 4-മതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ധാരാളം നിങ്ങൾ കുടിക്കുക. നിങ്ങളെക്കൊണ്ട് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം നിങ്ങൾ കുടിക്കുക. വെള്ളം കുടിക്കുമ്പോഴും നമ്മളിലെത്തുന്ന ആ ഒരു H2Oയുടെ
വെള്ളത്തിൻ്റെ രാസഘടന എല്ലാവർക്കും അറിയാലോ, H2O, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ ഓക്സിജൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് ഈ ഓരോ ഓക്സിജനും നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളുടെ അണ്ഡാശയങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലെ ഓവറീസ് ക്വാളിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ എത്രത്തോളം വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം നിങ്ങൾ കുടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് നിങ്ങൾ അടുത്ത് വയ്ക്കുക. അതിൽ നിങ്ങൾ വെള്ളം നിറച്ച് നിങ്ങളെ കൊണ്ട് എത്രത്തോളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം കുടിക്കുക. രാവിലത്തെ സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രി സമയത്ത് കൂടുതൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ വന്നിട്ട് ഉറക്കം അവിടെ തടസ്സപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മിനിമം നമ്മൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. 8 മണിക്കൂർ എന്തായാലും നമ്മൾ ഉറങ്ങണം. ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത്, നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിൽ ആ ഒരു ഹോർമോണൽ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. കൃത്യമായിട്ട് 8 മണിക്കൂർ ഉറങ്ങാത്ത ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തലവേദന ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും, ഒരുപാട് ദാഹം ഉണ്ടാകും, അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് ഉറങ്ങാത്ത ഒരു വ്യക്തിക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുകയും എഗ്ഗിൻ്റെ ഗ്രോത്ത് കുറയുകയും അതുപോലെ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത അവിടെ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സീഡ് സൈക്ലിംഗ് ചെയ്യാനാണ്. ഈ സീഡ് സൈക്ലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകതരം വിത്തുകൾ നമ്മൾ കഴിച്ചിട്ടോ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വിത്തുകൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും ഈ സീഡ് സൈക്ലിംഗ് മൂലം നമ്മുടെ ഹോർമോണൽ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. മെയിനായിട്ട് ഇതിന് ഉപയോഗിക്കുന്ന സീഡ്സ് എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, അതുപോലെ സൺഫ്ലവർ സീഡ്, സെസമി സീഡ്, ഇങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഒരു ഫേസിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സെസമി സീഡും അതുപോലെ സൺഫ്ലവർ സീഡുമാണ്. അതായത് ഓവുലേഷന് മുൻപുള്ള ആ ഒരു സമയത്തിൽ ഫ്ലാക്സ് സീഡും ഇട്ടുള്ള കാരണം വേറൊന്നുമല്ല, ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല കേട്ടോ. പറയാനായിട്ടുള്ള കാരണം നമ്മൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഇടുമ്പോഴേക്കും പലരും ചിന്തിക്കും, ഈശ്വരൻ എനിക്ക് പ്രഗ്നൻസി ആകുമോ, എനിക്ക് ആകില്ലേ, എനിക്ക് ഈ സിംറ്റം ഇല്ലല്ലോ, എനിക്ക് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഓരോരോ ചിന്തകൾ നമ്മുടെ ഉള്ളിലോട്ട് വരും. ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത് നമുക്ക് ആ ഒരു സമയത്ത് നിങ്ങളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കെയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത്. അതായത് ഇങ്ങനെയുള്ള ലക്ഷണം നമുക്ക് പ്രഗ്നൻസിക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ലക്ഷണം കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും. നമ്മുടെ ശരീരത്തിനൊരു സ്പെഷ്യൽ കെയർ നമ്മളവിടെ കൊടുക്കും. അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ, ചേച്ചി ഞാൻ എങ്ങനെയൊന്നും ചിന്തിച്ചില്ല, പക്ഷേ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് പ്രഗ്നൻസി എനിക്ക് ആ ലക്ഷണം ഉണ്ടായിരുന്നു, എനിക്ക് പോസിറ്റീവായി, അങ്ങനെ പറയുന്നവരുണ്ട്. ഇനി ഈ കുട്ടി പറഞ്ഞതുപോലെ ദി ചൂസ് വേൾഡ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ദി ചൂസ് വേൾഡിനോട് ബായി പറഞ്ഞോളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ സ്ട്രെസ്സായിട്ട് നിങ്ങൾ ഇരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അത്രയും തന്നെ സ്ട്രെസ്സ് വരുമ്പോഴേക്കും നിങ്ങളുടെ ഇംപ്ലാന്റേഷനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ പ്രഗ്നൻസി സമയത്താണോ, നിങ്ങൾ ലൂട്ടിയൽ ഫേസിലാണോ, നിങ്ങൾ ഓവുലേഷൻ സമയത്താണോ എന്നൊക്കെ അറിയാതല്ല ഞാൻ വീഡിയോസ് ഇടുന്നത്. അതെല്ലാം അറിയുന്നവർ ആ ഒരു രീതിക്ക് മാനേജ് ചെയ്ത് വീഡിയോസ് കാണുക. അതിനുശേഷം വേണ്ടുന്ന കാര്യങ്ങൾ അതിൽ നിന്നും ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.